മനുഷ്യനഴയില്ല. പിന്നെ ഇത് കാണിക്കുന്നതിന് ഭ്രാന്തെന്നാണ് പറയുന്നത് എന്നാണ് നമ്മുടെ വിശ്വാസം. എന്ന് വേണേലാവട്ടെ, ഇത് വേറെ മറ്റാരുടെ ദേഹത്തിൽ വരാത്തത്. അവന്റെ അമ്മ എപ്പോഴും ദേവിയുടെ രൂപം കാണും അവനെ വീട്ടില്. അത് ഇതൊക്കെ തന്നെ ഇത് ഭ്രാന്താണ്. അയാൾക്ക് കുഴപ്പമാണ്. നമ്മുടെ കുടുംബക്കാരനാണ്. അല്ല, എന്തോ ആവട്ടെ, അവന് കുഴപ്പമാണ്. അതുകൊണ്ടാ ബുദ്ധിഭ്രമമാണിത്, വേറെ ഒന്നുമല്ല. അല്ലാതെ ദൈവം ഒന്നും ഇങ്ങനെ ഒരാളുടെ ദേഹത്ത് കയറൂല. അങ്ങനെയാണെങ്കിൽ വന്ന് പറയട്ടെ, ഞാനിങ്ങനെ ആണ്, നാഗരാണ്, എനിക്ക് സ്ഥലം തന്നെ ഇപ്പൊ ഒന്ന് പറയട്ടെ. എന്തേ വരാത്ത? വരുവോ? വന്നാലോ എന്നൊരു പേടിയുണ്ടല്ലേ? വന്നാൽ നമുക്ക് കുറെ പാലൊഴിച്ചു കൊടുക്കാം. അല്ല, ഇപ്പൊ ഇങ്ങനെ ഒരു നാഗരും വരൂല, ഒന്നും വരൂല. ഇതേമാതിരി പല വേഷങ്ങള്, ആഷാഢപൂതികൾ ഒരുപാടുണ്ട്. ഇതൊക്കെ കണ്ട് പേടിപ്പിച്ചിട്ടാണ് നമ്മളെ വഴി തെറ്റിക്കുന്നത്. ഇതും കൊണ്ട് ഭയപ്പെട്ടത്. ഇതൊന്നും വേണ്ട, തുള്ളലും വേണ്ട, ചാട്ടവും വേണ്ട, ഫലം പറയലും വേണ്ട. അതിന് നിയമപ്രകാരം മതി. നമ്മളെ ചൊവ്വയിലേക്ക് കടക്കാറായി. കണ്ടോ, ചൊവ്വയിലേക്ക് കടക്കാറായി. അടുത്ത സ്റ്റെപ്പ് ചൊവ്വയുടെ ഇതിനകത്തോട്ട് പ്രവേശിക്കുക. വളരെ നല്ല സമയത്താണ് അത് അയച്ചിരിക്കുന്നത്, മംഗൾയാൻ. അതെ, അത് അയച്ച സമയം ഏതോ 2:58 നല്ല കുംഭലഗ്നം അതിലാണ്. ദൗത്യം നിർവഹിക്കും. നമ്പർ 1 ആണ് ഇപ്പോൾ. ബാക്കിയുള്ളവരുടെ എല്ലാം ഫസ്റ്റ് ടൈം തകർന്നു. ഒരു സെക്കൻഡിൽ 11 കിലോമീറ്റർ. ഇനി ഈ പറഞ്ഞ ശാസ്താവിന്റെ കാര്യം പറഞ്ഞല്ലോ. എന്തിനാ മണ്ഡലകാലത്ത് പൂജയായിട്ട് ചെയ്താൽ പോരെ? ഇവിടെ സ്ഥലമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. വേറെ പ്രതിഷ്ഠയുടെ വേണം, സ്ഥലപരിമിതിയുണ്ട്. അതുകൊണ്ടാ ഈ നാഗരുടെ വയ്ക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഈ ഇഴച്ചിലും തുള്ളലും ഒന്നും വേണ്ട. പൂജ ചെയ്യാൻ വേണ്ടി വേണ്ടത് ഇത് തന്നെയുള്ളൂ. പ്രതിഷ്ഠ വേണമെങ്കിലാവാം, നിങ്ങൾക്ക് വേണമെങ്കിൽ. ഇവിടെ സാന്നിധ്യമൊന്നുമില്ല. ഇത് മുഴുവനും സർപ്പഭൂമിയാണ്, അപ്പന്റെ ഭൂമി, ഇത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞു കേട്ടത്. ഓരോരുത്തരും പറയുന്നത് ഇവിടെ ഈ ഭൂമി എന്താണെന്ന് വെച്ചാൽ തുടങ്ങിയത് ധനുരാശിയ, കാന്താരം, കാട് എന്നാണ്. പക്ഷേ രാഹു ആയിട്ട് ബന്ധമുണ്ടെങ്കിലാണ് സർപ്പാരാധന എന്ന് പറയുന്നത്. ഈ വ്യാഴമാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഏത് ദേവനെയും പറയാം. വേണമെന്നുണ്ടെങ്കിൽ ആവാം. ഇവിടെ ഒരു സങ്കല്പം ഉണ്ടല്ലോ, അതിനൊരു സ്ഥാനം കാണാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. വേണമെങ്കിലാവാം. ഈ നാഗര് വിഴുങ്ങിയ ഈ ഭാഗത്തായിരിക്കും വരിക. ഭാഗത്താണ് എന്ന് പറഞ്ഞത്. ഇവിടെ വരണം എന്നാണ് പറഞ്ഞത്. പ്രശ്നം കഴിഞ്ഞെല്ലാം അപ്പൊ ഈ വേപ്പ് നമുക്ക് പാടില്ല എന്നാണ്. വേപ്പ് പാടില്ല. ഇപ്പൊ വച്ചിട്ടുണ്ടോ വേപ്പ്? അത് കളയണം. അല്ല, ഇത് കഴിഞ്ഞ് ഈ ചെയ്യുന്ന സമയത്ത് മതിയോ? അല്ലല്ല, അതെല്ലാം ഒരുമിച്ച് ചെയ്യും. അതേ ഇപ്പൊ മാർഗമുള്ളൂ. കിണറിനൊന്നും കുഴിക്കാൻ സ്ഥലമുണ്ടെന്ന് തോന്നണില്ല. അതിന് പകരം തൽക്കാലം ആ സ്ഥാനത്തൊരു പൈപ്പ് വയ്ക്കാനേ പറ്റൂ. വേണമെങ്കിൽ ചെയ്യാം, പറ്റിയാൽ ചെയ്യാം. സ്ഥലം കിട്ടും. ചെയ്യാം. മാസത്തിൽ ഒരു പൂജയാണ് നമ്മളിവിടെ നടത്തുന്നത്. മലയാള മാസം അവസാന വെള്ളിയാഴ്ച. ഇരിക്കട്ടെ, അതിപ്പോ ഇത് കഴിഞ്ഞത് മാറിക്കൂടാന്നില്ലല്ലോ. നമ്മുടെ കുടുംബത്തിൽ എത്ര പേരുണ്ട്? നമുക്ക്
നമുക്ക് എണ്ണം ഉണ്ടെങ്കിലും നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത് അതൊരു പ്രയാസം. അതൊക്കെ മാറും. ഈ ഇവിടെ ഈ പ്രേതങ്ങളെല്ലാം പോയി കിട്ടുമ്പോ തന്നെ എല്ലാവരും ഇങ്ങോട്ട് വരും. 12 കുടുംബക്കാരാണ് ഓരോ മാസം ഓരോ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ, അതൊരു മാസം ഇരിക്കട്ടെ. അവിടെ ഓരോരുത്തർക്കും പിറന്നാളുണ്ടാവുമല്ലോ. ഒരു കുടുംബത്തിലെ 30 പേരെങ്കിലും കാണൂല്ലേ എല്ലാരും കൂടി. 30 പിറന്നാളിന് ഓരോ പൂജ അങ്ങ് ചെയ്താൽ മതി. ഈ നട തുറക്കുന്നത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യം പറയുകയാണ്. അല്ല, മാസത്തിലൊരിക്കൽ ആർക്കെങ്കിലും താല്പര്യമുണ്ട്, ഇപ്പം അടുത്ത നാട്ടുകാർക്ക് ആർക്കെങ്കിലും ചെയ്യാറുണ്ട്. അതെ, അതാണ് പറഞ്ഞത്. അങ്ങനെ വരികയാണെങ്കിലും ഒരു വരട്ടെ. കുറെ ആൾക്കാരെ കൂടുതലെടുത്ത് ഇതിനെ ഒന്ന് വിവരപ്പെടുത്തണം. അല്ല, ഈ ഒരു സംശയം ചോദിക്കും. ഇന്ന് പൂജ നടത്തുന്നു, ഇനി അടുത്ത 1 മാസം കഴിഞ്ഞ് പൂജ നടത്തുന്നു, അടുത്ത പിറ്റേ ദിവസം പൂജ നടത്തുന്നു ആരെങ്കിലും, പിന്നെ 1 മാസം കഴിഞ്ഞ് നടത്തുന്നു. അങ്ങനെ നടത്തുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ? അങ്ങനെ നടത്തുന്നതുകൊണ്ട് സാധാരണ നമ്മുടെ 1 മാസത്തിൽ പോട്ടെ. ഇപ്പൊ പൂജ നടത്തുന്നതുകൊണ്ട് ദോഷമുണ്ടോ? അതുപോലെ ചോദിക്കണം. ഇല്ല, പ്രതിഷ്ഠാ സമയത്ത് പടി പറഞ്ഞത് മാസത്തിൽ നമുക്ക് മതി മതി മതി. അത് ചെയ്യുന്നുണ്ടല്ലോ. ബാക്കി അത് വരുന്നില്ല. ചിട്ട വരുന്നില്ല. ചിട്ട വരില്ല. അങ്ങനെ മിനിമം ആണ് ചിട്ട. അത് ചെയ്യുന്നുണ്ടല്ലോ. എല്ലാ മലയാള മാസവും അവസാന വെള്ളിയാഴ്ച നട തുറക്കും. 1-ാം തീയതി നട തുറക്കും. ചിലപ്പോ അടുത്ത മാസം 1-ാം തീയതി കാണത്തില്ല. അങ്ങനെ പറ്റൂല. അങ്ങനെ അങ്ങനെയാ എല്ലാ മാസവും. എന്നാണ് ഇപ്പൊ നിങ്ങളുടെ നിയമം? വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. അത് തന്നെ വേണം. അതിലൊരു കാര്യമൊന്നുമില്ല. അതില് കാര്യമൊന്നുമില്ല. അല്ല, അങ്ങനെയല്ല. ഇപ്പം വേറൊരു ഇത് ഒരു വേണുഗോപാൽ ചക്രവാണി എന്ന് പറഞ്ഞ പുള്ളിയാണ് വരാൻ ഉദ്ദേശിച്ചിരുന്നത്. പുള്ളി അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരാള് ഈ മാസം വേറൊരു ദിവസം നടത്തിയെങ്കിൽ ആ പുള്ളി 3 വർഷമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ക്ഷേത്രത്തിൽ മനുഷ്യൻ വല്ലവരും നടത്താനുണ്ടെങ്കിൽ തന്നെ ഇല്ലാതെയാക്കാനുള്ള വഴിയാണിത്. വല്ലൊരു പൂജ ചെയ്യുമെന്നുള്ള ഇവിടെ കയറുകയാണെങ്കിൽ അവരെ കയറ്റുക. അത് വല്ല ബാക്കിയുള്ള പൂജകൾ വന്നോട്ടെ. നിവേദ്യത്തിനൊക്കെ ഒരു പടി ഉണ്ടാക്കണം. നമ്മുടെ 1/2 കിലോ 1.5 കിലോ ശർക്കര ഇട്ടാണ് പായസം വയ്ക്കുന്നതെങ്കിൽ അടുത്ത മാസം ഒരാൾ പാൽ പായസമാണ് വയ്ക്കുന്നെങ്കിൽ ഈ ശർക്കര പായസം അങ്ങനെ വെച്ചിരിക്കണം. ഇത് ഈ ദിവസമുള്ള പൂജ നിയമപ്രകാരമുള്ളത്. ബാക്കി എന്തുകൊണ്ട് ബാക്കിയുള്ള അല്ലാതെ വഴിപാട് പൂജയുണ്ട്. വഴിപാടായിട്ട് വരുന്നത് എക്സ്ട്രാ ആണ്. ഒരു ദിവസം ആഹാരം കൊടുക്കുന്നു, 5 ദിവസം കൊടുക്കുന്നില്ല, പിന്നെ 1 ദിവസം കൊടുക്കുന്നു. അങ്ങനെയില്ല, അങ്ങനെയില്ല. അങ്ങനെ ഒരു സാധനമില്ല. ഇതേ നിവേദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പട്ടിക്ക് ഇതിട്ട് കൊടുക്കണ പോലെയല്ല. നമ്മൾ വളർത്തുന്ന പട്ടിക്ക് ഇട്ട് കൊടുക്കുന്ന മാതിരിയല്ല ദൈവത്തിന് കൊടുക്കുന്ന നിവേദ്യം എന്ന് പറഞ്ഞത്. ദൈവം തിന്നുന്നുണ്ടോ വാസ്തവത്തില്? അതെ, അത് അങ്ങനെ സങ്കല്പിക്കരുത്. ഇതൊരു ആചാരം മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഒരു ആചാരം ഫിക്സ് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ വെള്ളിയാഴ്ച ആ പൂജ വൃത്തിയായിട്ട് നടക്കണുണ്ടോ? മതി. ബാക്കി അതിനേക്കാൾ കൂടുതൽ പൂജയുണ്ടോ? ഉണ്ട്, ഇരുന്നോട്ടെ. എന്ത് വേണേലും ചെയ്തോളണം. ദിവസവും പൂജ ചെയ്തോളണം. ഇല്ല 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 ഇല്ല, ഒന്നുമില്ല. ബാക്കിയുള്ളത് എക്സ്ട്രാ. ഇതിന് മുടക്കം വരരുതെന്നുള്ളത്. അതുകൊണ്ട് പൂജകളെ സംബന്ധിച്ച് ഈ ഇപ്പൊ മിക്കവാറും എല്ലാ ദിവസമായിട്ട് നിങ്ങൾക്ക് കിട്ടും ഇത് കഴിയുമ്പോൾ. ഇപ്പൊ നമ്മൾ നാളെ ഒന്നും ഈ പുതിയ ഇതിലേക്ക് പോകുന്നില്ല. കുറെ സമയമെടുക്കും. അപ്പോഴത്തേക്കും നിങ്ങൾ ഈ കുടുംബക്കാർ തന്നെ ആലോചിച്ച് ഇങ്ങനെ എണ്ണത്തിലേക്ക് വരും. ഇത് നമ്മുടെ ക്ഷേത്രമാണ് അവർക്ക് തോന്നണം. കാരണം അവരെ കൂടെ ഉൾപ്പെടുത്തണം. ഇപ്പൊ നമ്മൾ നടക്കുന്ന പൂജയിലെ ഈ പറഞ്ഞ ദേവത എന്താന്ന് പോലും നമുക്കറിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ഇതങ്ങ് മാറിക്കഴിഞ്ഞ് നമ്മുടെ ക്ഷേത്രമായിട്ട് ഇതിനോട് കുറച്ചുകൂടെ കൂടുതൽ അടുക്കും. ഈശ്വരനോട് അടുക്കുക എന്നാണ് ഭക്തി എന്ന് വെച്ചാൽ. നമ്മളൊക്കെ ചെയ്യണ മാതിരി കുറെ നെറ്റിയിൽ കുറെ കുറിയൊക്കെ തൊട്ട് ഇതൊക്കെ ചെയ്യുന്നതല്ല ഭക്തി. ഈശ്വരനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതാണ് മനസ്സിലാക്കുക. അതാണ് ഭക്തി. അതാണ് വേണ്ടത്. അപ്പോൾ അടുക്കും കൂടുതൽ ദേവാലയത്തിലേക്ക് അടുക്കും എന്ന് വെച്ചാൽ ഈ കാര്യത്തിൽ കുറെ കൂടെ താല്പര്യം വരും. എല്ലാവർക്കും വരും തീർച്ചയായും. നമ്മുടെ കുടുംബത്തില് എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ബന്ധുബലമുള്ള കുടുംബമാണ്. പലരും സഹകരിക്കുന്നില്ല. അല്ലെ, സഹകരിക്കും. താല്പര്യമില്ല. അതാണല്ലോ കുഴപ്പം. പ്രേതങ്ങളുള്ളിടത്ത് ആരും സഹകരിക്കില്ല. പരസ്പരം കലഹം. അതാണ് കുഴപ്പം. അത് യോജിച്ച് വന്നോളും. അതിന് നമ്മള് ഗതി കിട്ടാതിരിക്കുന്ന ആത്മാക്കളെ ഗതി വരുത്തുക എന്ന് പറയുന്നത് സാർ ആദ്യമേ പറഞ്ഞ ഇതിനുള്ള ഉദാഹരണം. പ്രധാനമായിട്ട് കലഹം എന്ന് പറഞ്ഞാൽ ആരും അടുക്കുന്നില്ല. അത് മാറും. ഇത് മാറണം. ഒന്നാമത് ഇതിനെപ്പറ്റി അറിവുണ്ടാകുമ്പോ ഈ വേണ്ടാത്തതൊക്കെ അങ്ങ് പോകും.
ഒറ്റ കാര്യമേ ഉള്ളൂ, ഇതേമാതിരിയുള്ള അന്ധവിശ്വാസങ്ങൾ ഈ പ്രദേശത്തെ അടുപ്പിക്കരുത്. എന്താണെങ്കിലും അതിനെ എതിർക്കണം. പാമ്പായിട്ട് എഴുതുന്ന പല തട്ടിപ്പുകളുണ്ട്. ഇതവിടെ അനന്തങ്കാട് അനന്തങ്കാട് പോറ്റി അവിടെ കിടന്ന് എഴുതി ഇതേമാതിരി പാമ്പിന് സർപ്പനൃത്തം സിനിമയിലൊക്കെ ഇല്ലേ, ഇതൊക്കെ കാണിക്കും. ഈ പറഞ്ഞ പോലെ നമ്മൾ ടിവിയിലും കണ്ടിട്ടുണ്ട്, പലതും കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ ആരും വിശ്വസിച്ചില്ല. പക്ഷെ നേരിട്ട് കണ്ട പേടി. അതുകൊണ്ട് പിന്നെ എന്തുവാ ആ വിരളിച്ചാണ് കുഴപ്പം. അത് തന്നെ അയാളുടെ മനുഷ്യൻ എഴഞ്ഞ് നടക്കാറുണ്ടോ? അയാളൊരു മനുഷ്യനല്ലേ അയാള്, അതോ പാമ്പാണോ? പിന്നെ പാമ്പിന്റെ നോക്കണം. ആ ശക്തിയൊന്നുമല്ല ഇവിടെ സർക്കസുകാരൻ കാണിക്കുന്നത്. എഴയുന്നതിന് പാമ്പെന്ന് പറയും. അതെ, അതുകൊണ്ടാണ് അത്. പക്ഷെ അയാള് പാമ്പായില്ല, അയാള് മനുഷ്യൻ തന്നെയാ. അയാള് മനുഷ്യൻ നടക്കണം, അയാൾ നടക്കണം. പാമ്പ് എഴയണം. പാമ്പ് നടന്നും ഇയാൾ എഴിഞ്ഞു വന്നു കഴിഞ്ഞാല് ദൃക്സാക്ഷി എന്ന് പറഞ്ഞാൽ ഇത് ഭ്രാന്ത് കാണിക്കുന്നവരെയൊക്കെ നമ്മൾ കാണും ഇതേമാതിരി. അതാ ഞാൻ പറഞ്ഞു, ഇവിടെ ടിക്കറ്റ് വെച്ച് നടത്തുന്നുണ്ട് അനന്തങ്കാട്ടില് അപ്പോറ്റി. ഇതൊക്കെ വെറുതെ ആളുകളെ കളിപ്പിക്കാനുള്ള ഡ്യൂപ്പ്. ഇത് തന്നെ സർക്കസ് കാണിച്ച് പൈസ. ഇതിലൊന്നും വിശ്വസിക്കരുത്. ഇതൊന്നും അല്ല ദൈവം. ഇതൊക്കെ തട്ടിപ്പ്. അത് വേണ്ട. ദൈവം ഒന്നും ഇങ്ങനെ ഇഴഞ്ഞൊന്നും വരണ്ട, മര്യാദയ്ക്ക് വന്നാൽ മതി. അതുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകാതെ ഇത് ഈശ്വരനെ നമ്മുടെ മനസ്സുകൊണ്ട് അറിവിൽ കൂടി മാത്രമേ ഈശ്വരനെ അറിയാൻ പറ്റുള്ളൂ. അറിവില്ലായ്മയിലേക്ക് നമ്മൾ പോകരുത്. ഇത് നമുക്ക് അധപ്പതനമാണ്. നമ്മുടെ വരുന്ന തലമുറ ചൊവ്വയിലേക്ക് പോകണം. അവിടെ 2 സ്ഥലം ബുക്ക് ചെയ്യണം. അതെ, അതുകൊണ്ട് കാലമൊക്കെ മാറി നമുക്ക് അന്ധവിശ്വാസങ്ങളെ ഇതുമാതിരി ഇനിയുണ്ട്. വേറെ പല വേഷങ്ങളിലും ആളുകൾ വരും. സന്യാസിമാർ വരും. ഏതോ ഒരു സന്യാസിയുടെ പേര് പറഞ്ഞു കേട്ടു, അമ്മ. ഇതേമാതിരി കുഴപ്പമൊക്കെ ഉണ്ടാക്കും. ഭൂതോദയം തോന്നി പറയുന്നവര്, തുള്ളി പറയുന്നവര് ഇങ്ങനെ കുഴപ്പമുണ്ടാകും. ഇതൊന്നും കേൾക്കരുത്. ഇവിടെ നിയമം ഉണ്ടാവും. നിയമപ്രകാരം ഉള്ള കാര്യങ്ങൾ അതിന് ഇത് പടിത്തരം വരും. അതനുസരിച്ച് വരും. അതിനേക്കാൾ എക്സ്ട്രാ ഉള്ളതൊക്കെ നടക്കട്ടെ. ധാരാളം പൂജകൾ. അങ്ങനെ കഴിയുന്നിടത്തോളം പൂജകൾ, ഈ പറഞ്ഞ എന്താണ് ശിവപൂജ, മൃത്യുഞ്ജയ ഹോമം, ഇതുമാതിരിയുള്ള കാര്യങ്ങൾ നടക്കട്ടെ. വഴിപാടായിട്ട് നടക്കട്ടെ. നമ്മളിനി പ്രതിഷ്ഠ, ഇപ്പം ശിവപ്രതിഷ്ഠ നടക്കുകയാണെങ്കിൽ മെയിൻ ദേവി ഭദ്രകാളി തന്നെ, ഭദ്രകാളി ക്ഷേത്രം തന്നെ. ഇതിനെ ഒന്നും നമ്മൾ മാറ്റുന്നില്ല. ഭദ്രകാളിയായിട്ട് തന്നെ ഇപ്പോഴും അമ്പലത്തിന്റെ പേര് ഇപ്പൊ ശ്രീ ഭഗവതി ക്ഷേത്രം അങ്ങനെ തന്നെ ഇരുന്നു. അങ്ങനെ ഇനിയൊന്നും മാറ്റണ്ട. ഇപ്പൊ ഒരു പേരുണ്ടല്ലോ. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പൂജ ഭദ്രകാളി. ഈ ഭഗവതി എന്ന് വെച്ച് കഴിഞ്ഞാലേ ഭദ്രകാളിയാവാം, യക്ഷിയാവാം, ദുർഗയാവാം, ലക്ഷ്മിയാവാം, എല്ലാം ഭഗവതി തന്നെയാണ്. അതെ, അങ്ങനെയാണ്. പേരങ്ങനെ തന്നെ കിടന്നോട്ടെ. എന്തിനാ പേര് മാറ്റുന്നത്? ഒന്നും മാറ്റാനില്ല. ഇത് മാത്രമേ മാറ്റാനുള്ളൂ. ഇപ്പൊ വ്യവസ്ഥയില്ല, ഇനി വ്യവസ്ഥയാവും. വ്യവസ്ഥയോടെ തന്നെ നടന്നു. മൂലമന്ത്രം ചുവരിൽ എഴുതിയിടുക. ആൾക്കാരെല്ലാം വായിന് വരത്തക്കരയിൽ ജപിക്കുക. അവരെ കൂടെ ജപിപ്പിക്കുക. ഇവിടെ ഒരു പൂജ നടക്കുന്നു. ആ പൂജയിൽ എല്ലാവരും പങ്കെടുക്കട്ടെ, അവരും ജപിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഒരു 2 പൂജയും വയ്ക്കട്ടെ. ഇവിടെയുള്ള കുട്ടികളൊക്കെ ഒരു അരമണിക്കൂർ പൂജ ചെയ്യട്ടെ. അതിനല്ലേ വേണ്ടത്. അല്ലാതെ ഇങ്ങനെ പൂജ ചെയ്ത് കണ്ട് ക്ഷേത്രത്തിൽ വന്നിട്ടേ പോറ്റി ജപിക്കും, പോറ്റി പൂജ ചെയ്യും. എന്നിട്ട് പറഞ്ഞ് നമ്മൾ ഇപ്പുറത്ത് വന്ന് കൊച്ചു വർത്തമാനം പറഞ്ഞോണ്ടിരിക്കും. സീരിയലിന്റെ കാര്യം പറയും. അത് വേണ്ട. പൂജ എന്നുള്ളതിനെ കുറച്ച് കൂടുതൽ പൂജ ഉണ്ടാക്കണം. അല്ല, വരും. നമുക്ക് നാട്ടിലെ പുറത്ത് പിരിവ് അങ്ങനെ ഒന്നും പല നാട്ടുകാർക്കും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അവരെ കുടുംബക്ഷേത്രം എന്നുള്ളത് കഴിഞ്ഞില്ല. അങ്ങനെ ഒരു പിരിവിന് പോകണ്ട. അത് കഴിഞ്ഞില്ല. അടുത്തൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളും ഒന്ന് പഠിക്കണം ഈ പൂജയൊക്കെ ചെയ്യണം. ഒരാഴ്ച പാടുപെട്ടാൽ മതി. ഒരു ചെറിയ പൂജ പഠിക്കാം. ദിവസവും കയറി പൂജ ചെയ്യാം. ഒരു ദിവസം പോറ്റി വന്നില്ലെങ്കിലോ 1-2 പേർക്ക് പഠിച്ചാലെന്താ കുഴപ്പം? കുടുംബത്തിലെ നമ്മുടെ കുടുംബത്തില് വേറെ ഈ ഒരേ ബന്ധുക്കളാകരുതേ ഉള്ളൂ. ആഗ്രഹിക്കുന്നു കേട്ടോ.
പുനഃപാരായ്മകൾ വന്നാൽ ബാധിക്കാതെ വേണം. ജ്യോതിഷം പഠിക്കണം ഭയങ്കര വിട്ടത്. അത് യാതൊരു പ്രയാസമില്ല. അല്ല, ആദ്യം പ്രതിഷ്ഠിച്ചും തന്ത്രവിദ്യ അറിഞ്ഞ ഒരാൾ മാത്രമേ അകത്ത് കയറി പൂജിക്കാൻ പാടുള്ളൂ. അതേ പഠിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അകത്ത് കയറി പൂജിക്കാൻ പാടില്ലോ? അല്ല, പൂജ അറിയാവുന്ന ആർക്കും. തന്ത്രവിദ്യ സകലതും പഠിച്ചവനൊന്നും അല്ല പൂജ ചെയ്യണം. അവർ വരില്ല. പൂജ ചെയ്യാൻ അറിയണം, അത്ര തന്നെ. അതറിയാം. അത് നമ്മൾ അതെ നിത്യപൂജയാണ് പറയണം. അല്ലാതെ അയാൾ പ്രതിഷ്ഠിക്കാൻ പോകുന്നില്ല, ഇതൊന്നും ചെയ്യാൻ പോകുന്നില്ല. അത് അങ്ങനെയുള്ള എക്സ്പെർട്സ് ഉണ്ട്. അത് നമുക്ക് തന്ത്രി എടുത്തല്ലോ നമ്മൾ. അങ്ങനെ ഉപദേശിച്ചു തരും എന്ത് പൂജ ചെയ്യേണ്ടത്, എങ്ങനെ പൂജിക്കാമെന്ന് അങ്ങനെ തന്നെ പറഞ്ഞു തരും. പിന്നെന്താ ഗുരുവിന് ഇവിടെ പ്രാധാന്യമില്ല. ഗുരു എന്ന് വെച്ചാൽ എന്താണ്? എനിക്കറിയില്ല. പറഞ്ഞത് ഇതാണ്, ഗുരുവിന് ഇവിടെ ഭയങ്കര പ്രാധാന്യമുള്ള ഒരിതാണ് ഒരിക്കലും എന്നുള്ള ഒരിതാണ് പറയുന്നത്. ഗുരുവില്ല, ഒന്നുമില്ല. ഗുരുവിനൊരു സങ്കല്പം മാത്രമേ ഉള്ളൂ. എല്ലാവരും ഈ ഏതാണ് ഗുരു എന്ന് പറഞ്ഞുതരാം. ഒരു മന്ത്രത്തിനൊരു ഒരു മന്ത്രദ്രഷ്ടാവുണ്ട്, മനസ്സിലായില്ലേ? അതാണ് ആ മന്ത്രത്തിന്റെ ഗുരു എന്നുള്ളത്. ഗുരുവിനെ സ്ഥിരപ്രതിഷ്ഠയില്ല. എന്തെങ്കിലും ചെയ്യുമ്പോൾ ഗുരുവിനെ മനസ്സിൽ ധ്യാനിക്കണം. ആ ഇതിന്റെ മന്ത്രത്തിന്റെ ഗുരുവിനെയാണ് ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഗുരുവിനെ പ്രതിഷ്ഠിച്ച് ആരാധനയൊന്നുമില്ല. പൂജയ്ക്ക് വയ്ക്കും, പ്രതിഷ്ഠയില്ല, അതേ ഉള്ളൂ. അല്ലാതെ ഗുരു എന്ന് പറഞ്ഞൊരു പ്രത്യേക ആളുടെ കാര്യമല്ല. ചട്ടമ്പി അങ്ങേര് കേക്കണ്ട. അല്ല, അങ്ങേര് കേട്ടാ അങ്ങേര് വെറുതെ വിടൂല. അതാണ് കുഴപ്പം. ഇതിനെ ഏറ്റവും എതിർക്കുന്ന ആളാണ്. ഇത് സകല പഠിച്ച സകല ആളുകൾ ഇത്തരം ഭ്രാന്തികളെ എതിർക്കുന്നവരാണ്. അവരെ പിൻഗാമികളെ അവരെ കൊണ്ടു നടക്കുകയാണ്. അത് തന്നെ ഗുരു എന്ന് പറയണത്. ഇതൊക്കെ ഇത് കാര്യം എന്താണെന്നറിയാമോ? നമുക്ക് പറ്റിയ മൊത്തത്തിലുള്ള കുഴപ്പം, നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോരുത്തരെയും ഏൽപ്പിച്ചു. അവരുടെ കുടുംബക്കാർക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള വിഡ്ഢിത്തരം ചെയ്തു. ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഇതിൽ താല്പര്യം വരണമെന്നില്ല. അങ്ങനെ ഇതെല്ലാം അധപ്പതിച്ചു. എല്ലാം പാരമ്പര്യപ്രകാരം കൊടുത്ത സകലതും അധപ്പതിച്ചു. അതാണ് പറ്റിയത്. ജ്യോതിഷം പറയുന്നത് ഇത് തന്നെയാണ് പറ്റിയത്. കുറെ പേർക്കേ പറയാവുള്ളൂ. ഒരു ചുക്കും അറിയാതെയാണ് പറയണത്. അവരാണ് ഈ വേണ്ടാത്തത് കൊണ്ടുവന്നത്. പഠിക്കണമെന്നില്ല, പാരമ്പര്യം മതി. പാരമ്പര്യപ്രകാരമാണ് ഇല്ലാത്ത കാണുന്നതെല്ലാം ദേവത, മറ്റത് മറിച്ചത്, തുള്ളി വരുന്ന അതിന് വയ്ക്ക്, ഇങ്ങനത്തെ ഭ്രാന്തെല്ലാം കൊണ്ടുവന്ന അവരാ. അതേപോലെ മറ്റവരും ഉയർന്ന ആളുകളും അതെ, അവരും പാരമ്പര്യം കൊടുത്തു. അവർക്കൊന്നും താല്പര്യമില്ല ഇതിൽ. അപ്പൊ എങ്ങനെ ശരിയാവും? എല്ലാം പോയി. ആ സംഗതിയിൽ താല്പര്യമുള്ള അതിനെപ്പറ്റി അറിഞ്ഞവൻ വേണോ അത് ചെയ്യാൻ, അല്ലെങ്കിൽ പഠിച്ചു ചെയ്യണം. അതാണ് നമുക്ക് പറ്റിയ കുഴപ്പം. അത് ഇനി വരരുത്. ആ അവസ്ഥ വരരുത്. പഠിച്ചവൻ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യുന്നവൻ പഠിച്ചു ചെയ്യണം. ഈ മന്ത്രമൂർത്തി ബ്രഹ്മരക്ഷനെ യോഗീശനെയൊക്കെ ആവാഹിച്ച് മാറ്റണം. മാറ്റുകയല്ല, അവരൊക്കെ മുക്തി കൊടുക്കും. പറഞ്ഞല്ലോ ഞാൻ, ഇത് വരും. ഒരു സുദർശന ഹോമമാണ് ചെയ്യുക. അതില് പ്രേതമുക്തിക്കുള്ള മന്ത്രങ്ങള്, ഇവിടെ പീഠമുണ്ട്. തന്ത്രിയുടെ ഭാഗമാണ്. മന്ത്രമൂർത്തിക്ക് പീഠമുണ്ടോ? അത് വായിക്കുമ്പോ ഈ പറഞ്ഞ സംശയങ്ങളെല്ലാം മേൽശാന്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതെല്ലാം ഇതിൽ അതെല്ലാം തന്ത്രി എഴുതരും. ഇത് പുനഃസംവിധാനം ചെയ്യണം എന്നുള്ള യാതൊരു സംശയമില്ല. ടോട്ടൽ സംവിധാനം ചെയ്യണം. എല്ലാം കംപ്ലീറ്റ് ചിട്ട ഉണ്ടാവും. അത് കഴിയുമ്പോഴും ആലയത്തിന്റെ ദോഷം ഞാൻ പറഞ്ഞല്ലോ, നോക്കണമെന്ന്. ആ കൂട്ടത്തിൽ താഴെക്കൂടെ അങ്ങനെ വന്ന് കുഴപ്പമുണ്ടോ? ശരി, ഞാനോ അത് തന്നെ അങ്ങനെ മെഷർ നോക്കും. ഇല്ല, പിന്നെ കുഴപ്പമില്ല. അല്ല, ആലയത്തിന്റെ ക്ഷേത്രത്തിന്റെ ഇരിക്കുന്ന നമ്മുടെ ദേവതയെക്കാട്ടിയും തലയ്ക്ക് എവിടെ? കലമാനല്ലേ പ്രതിഷ്ഠ? കലമാനല്ലേ പ്രതിഷ്ഠ? പിന്നെ എന്തോന്ന് വിഗ്രഹം ഇല്ലല്ലോ, പിന്നെ എന്തോന്ന് വിഗ്രഹത്തെക്കാൾ ഇതെന്ന് പറയണത്? അല്ല, ഒരു പോയിട്ട് ഇതിലെ പോയപ്പോഴും ഇത് തന്നെ കുഴപ്പം. ഞാൻ പറയട്ടെ, അത് നമുക്ക് അറിഞ്ഞൂടാ. ഒരു പോയിട്ട് ഇതിലെ പോയപ്പോൾ ക്ഷേത്രം കണ്ടിട്ട് പറഞ്ഞു, ഈ ക്ഷേത്രത്തിൽ ഈ താഴികക്കുടം വലിപ്പം കൂടുതലാണല്ലോ എന്ന് പറഞ്ഞു. പ്രതിഷ്ഠ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ദേവി ക്ഷേത്രമാണ് എന്ന് പറഞ്ഞു.
അപ്പൊ ദേവിയുടെ തലയെ കാട്ടി വലിയ താഴെ തോന്നിയിരിക്കുന്നു. ഒരു രക്ഷയില്ല. നിങ്ങൾ ആദ്യം വേണ്ടതേ കുറച്ച് അറിവ് വർദ്ധിപ്പിക്കും. അതെ, ദുരുപദേശം കേൾക്കാതിരിക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞു. അതാണ് കുഴപ്പം. അറിഞ്ഞ കാര്യം പറഞ്ഞു. വിഴിഞ്ഞത്ത് പേര് അമ്മ ഇത് പറഞ്ഞാണ് തന്നെ ഞങ്ങൾക്ക് ഇതിൽ ഈ ദേവനാണ് നമുക്ക് ഇഷ്ടം. ഇത് തന്നെ തീർന്നു. പറഞ്ഞത് നമ്മുടെ ഈ ധനജയം ഏത് വേണേലാവട്ടെ. ഒന്നാമത്തെ കാര്യം അയാളൊന്ന് വഴി കൂടെ കാണുന്നവരുടെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. നാളെ നമ്മുടെ വീട്ടിനെ നോക്കിയിട്ട് ഇതേമാതിരി എണ്ണം പറയും. അല്ല, അയാള് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. അയാൾ തന്നെ പറഞ്ഞു ജ്യോതിഷ് പോറ്റിയെ മാറ്റണമെന്ന്. അപ്പൊ നമ്മൾ ഉടനെ അങ്ങ് മാറ്റിയേക്കുക. ഈ പുള്ളി തന്നെയാണ് നമുക്ക് പണ്ട് ജ്യോതിഷ് പോറ്റിയെ കൊണ്ടുവന്നത്. ഈ പറയുന്ന കാര്യം സത്യമാണ്. പൂജ ചെയ്യാൻ അത്ര പോരാ എന്ന് പുള്ളി പറഞ്ഞു. അതിന് അയാൾക്ക് എന്താ എന്നെ പൂജയ്ക്ക് വിളിക്കണ്ട, നിങ്ങൾ വേറെ ആരെ വിളിച്ചോളൂ. പക്ഷെ വേണ്ട. ജ്യോതിഷ് പോറ്റിയെ 12 വർഷം മുമ്പ് നമുക്ക് പറഞ്ഞു തന്നത് ഇദ്ദേഹം തന്നെയാണ്. ഈ ധനജയം പോറ്റി എന്നാണ്. ഇത് തന്നെ വിവരമില്ലായ്മയുടെ ഒരു കുഴപ്പം. ആരെന്ത് പറഞ്ഞാലും കേൾക്കരുത്. അത് തന്നെ. ഈ ഭൂമിയിൽ ഇങ്ങനെ ഇപ്പൊ ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഞാൻ 2 ദിവസം മുമ്പേ പോറ്റിയെ കണ്ടു. പറഞ്ഞു സാർ ഇതുപോലെ ഞായറാഴ്ച ഇവിടെ വരും എന്ന് പറഞ്ഞു. അപ്പൊ സാറിന് എനിക്കറിയാം എന്ന് പോറ്റി പറയുകയും ചെയ്തു. ഇവിടെ വേവള ക്ഷേത്രത്തിലെ നമ്മൾ ചെയ്യാനുള്ളത്, പരിഹാരമായിട്ട് ചെയ്യാനുള്ളത്, ഈ കുറെ ദോഷങ്ങളുണ്ട്. ശിവസംബന്ധമായിട്ടൊരു പോരായ്കയുണ്ട്. നമുക്കിവിടെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നില്ല. ഒരുപാട് പരിമിതികൾക്കുള്ളിലാണ്. അത് നമ്മൾ പൂജയായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വിസ്മരിക്കുന്നില്ല ഈ കാണുന്ന സാന്നിധ്യത്തിനെ. അതിനൊരു പ്രായശ്ചിത്തം, ഒരു മൃത്യുഞ്ജയ ഹോമം. ഗണപതി ഹോമം ചെയ്യാതെ ഒന്നും ചെയ്യില്ല. തന്ത്രിയെ ഭരിച്ചാലും തുടക്കത്തിൽ ഗണപതി ഹോമം ചെയ്യും. രണ്ടും കൂടി ഒരുമിച്ചാണ് ചെയ്യാൻ പോണേ. ഇപ്പോൾ ഗണപതി ഹോമം, അത് കഴിഞ്ഞൊരു മൃത്യുഞ്ജയ ഹോമം. മൃത്യുഞ്ജയ ഹോമം പോറ്റി ചെയ്യും. അതിലൊരു ഹോമത്തിനൊരു മിനിമം സംഖ്യയുണ്ട്, 1008 സംഖ്യ ഹോമം. അതന്നെ ഹോമം ചെയ്യുമ്പോഴേ അങ്ങനെ ആ മന്ത്രത്തിൽ ഹോമിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പരിഹാരത്തിൻ്റെ വേറൊരു ഭാഗമുണ്ട്. അത് ക്ഷേത്ര ജനങ്ങൾക്കുള്ളതാണ്. അവരവിടെ ഇരിക്കണം ഹോമം ചെയ്യുമ്പോഴേ. എന്നിട്ട് ഈ പറഞ്ഞ ജപിച്ച പോലെ ഓം ഹ്രീം നമഃശിവായ ജപിച്ചുകൊണ്ടിരിക്കണം. അതും കൂടെ ചേർത്താണ് മന്ത്രം ജപിക്കാം അറിയാവുന്നവർക്ക്. അതാണ് ചേർത്താണ് പരിഹാരം. നമുക്ക് എല്ലാവർക്കും പറ്റുന്നവരെല്ലാവരും എത്ര പേർക്ക് പറ്റുമോ അത്രയും പേർക്ക്. അത് കഴിഞ്ഞൊരു സുദർശന ഹോമം ചെയ്യും. അതിൽ ഈ ശത്രുബാധ ഇങ്ങനത്തെ കുറേ ശല്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ആവാഹിച്ച് ഇത് ചെയ്യും. അതിൻ്റെ കൂടെ ഈ പ്രേതങ്ങൾക്കെല്ലാം മുക്തി കൊടുക്കും. അന്ന് ഈ വിഗ്രഹം മാറ്റുന്ന പരിപാടിയൊന്നും പറ്റില്ല, ഇപ്പോൾ ആയിട്ടില്ല. അത് കഴിഞ്ഞ് അന്ന് ഈ വാസ്തുവിദഗ്ധനും വരും. ഈ പ്രേതങ്ങളെ ആവാഹിച്ചപ്പോൾ വന്നോ അത് കഴിഞ്ഞത് പോയോ എന്നൊക്കെ നോക്കാൻ ഞാനോ അല്ലെങ്കിൽ ആരെങ്കിലുമോ ഞങ്ങളാരെങ്കിലും വരും, നോക്കണം. അത് നോക്കി അതെല്ലാം ശരിയായി കഴിഞ്ഞാൽ പിന്നെ ആലയ സംബന്ധമായിട്ടുള്ള കാര്യം നോക്കും. അപ്പം അന്ന് അങ്ങനെ ഉണ്ടാവും, വാസ്തുവിദഗ്ധനും ഉണ്ടാവും. നോക്കി നമ്മളൊരു പ്ലാൻ തയ്യാറാക്കും. ഈ സാഹചര്യത്തിൽ ഉള്ളതല്ല. ഈ സമയത്തിനകം നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ഇതിൻ്റെ ഭരണസംബന്ധമായ നിയമവ്യവസ്ഥകളും ദേവാലയത്തിന് ആയിട്ടുള്ള ഒരു 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 നിയമ സാധുത അതിന് വേണം. അല്ലെങ്കിൽ അത് ഇന്നോ നാളെ എപ്പോഴാണ് കുഴപ്പം. അപ്പോൾ അത് ശരിയാക്കിയാൽ മതി. ബാക്കി ഈ കാര്യങ്ങൾ അത് കഴിയുമ്പോൾ ഒരു പ്ലാനിട്ട് ഒരു സൗകര്യം പോലെ നിങ്ങളുടെ കയ്യിൽ പൈസ കിട്ടുമെങ്കിൽ ചെയ്യാനൊക്കെ ഉണ്ട്. ഇല്ലാത്ത കാര്യം എങ്ങനെ ചെയ്യണം? അതുകൊണ്ട് സത്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ എന്ത് ചെയ്യുന്നു അതൊക്കെ ചെയ്യേണ്ടി. തന്ത്രി വന്നിട്ട് ബാക്കി നിങ്ങൾ ആലോചിച്ച് പുനഃപ്രതിഷ്ഠയുടെ കാര്യമൊക്കെ പിന്നെ വരുന്നേ ഉള്ളൂ. ആ സമയം തന്ത്രിയെ ഇല്ല വരട്ടെ. ഇപ്പം ഞാനകത്ത് എഴുതുക, അതും കേൾക്കണം. അതും ഇതിനകത്ത് എഴുതും. അങ്ങർക്കൊരു ദക്ഷിണ കൊടുക്കുക.
മോനെ മക്കളെ ഇത്രനാൾ വിളിച്ചോണ്ടിരുന്നത്. അതെ അതെ അല്ലല്ല നമ്മുടെ ഇല്ലല്ല വരട്ടെ തിരിച്ച് അങ്ങനെ മോനെ മക്കളെ എന്ന് ഇനിയും വിളിക്കുകയാണെങ്കിൽ തിരിച്ച് അങ്ങോട്ടും അങ്ങനെ തന്നെ മോനെ മക്കളെ എന്ന് വിളിക്കുക. അത്ര തന്നെ. മര്യാദക്കാണെങ്കിൽ ബഹുമാനം ഉണ്ടാവും. തെമ്മാടിത്തരമാണെങ്കിൽ ഇത് തന്നെയാണ്. ഹലോ പോറ്റിയെ മാറ്റാനാണ് അല്ല പോറ്റിയല്ല തന്ത്രിയെ വാർഷികം വരുന്ന സമയത്ത് പുതിയ തന്ത്രി വെച്ച് നമുക്ക് തീർച്ചയായിട്ടും ഈ കർമ്മങ്ങളും ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ ആദ്യം ചെയ്യുന്നത് അതാണ് തന്ത്രിയുടെ. അതിന് നിങ്ങളുടെ ഒരു ഭരണസമിതി ഉണ്ടെങ്കിൽ അതിനകത്ത് ഈ ചാർത്തിന്റെ അടിസ്ഥാനത്തിൽ മാറ്റുന്നതായിട്ട് നിങ്ങൾ തീരുമാനമെടുത്തിട്ട് ആ തീരുമാനം തന്ത്രിയെ അറിയിക്കുന്ന ഒരു ദക്ഷിണയും വസ്ത്രവും കൊണ്ട് കൊടുക്കുക. നിങ്ങളുടെ മര്യാദ അങ്ങനെ സ്വീകരിക്കില്ല എനിക്കൊന്നും കൊണ്ടുപോകുമെന്ന് പറയുകയാണെങ്കിൽ എടുത്തോണ്ടെങ്കിൽ പോരുക. അത്രേ ഉള്ളൂ. ഈ രോഗം ഭയങ്കരമായിട്ട് ഇവിടെ ഉണ്ട് കുടുംബത്തിൽ. ഇത് ഞങ്ങളുടെ കുടുംബത്തിൽ ഏകദേശം നമ്മൾ 4 പേരും പ്രശ്നക്കാരാണ്. ന്യൂറോളജിക്കലി ഉള്ള പ്രോബ്ലം. അപ്പൊ അതിന് എന്തെങ്കിലും അതിന് നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യമുള്ളൂ. ഇവിടെ തിരുവനന്തപുരം എന്ന് പറയുന്നത് അതെ മെഡിക്കൽ ഈ പറഞ്ഞ കുറെ പ്രേതങ്ങൾ മാറുമ്പോ തന്നെ ഒരുപാട് ചികിത്സ ആത്മാക്കളെ വച്ച് പൂജിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള രോഗങ്ങൾ ചികിത്സ വേണം. ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ രോഗങ്ങൾ തന്നിട്ട് നിങ്ങൾ വളരെ വൈകി ഇതിന്റെ പ്രശ്നം വെച്ച് തീരുമാനം എത്താൻ പറ്റും. പക്ഷേ ഇത് മാറാൻ വേണ്ടി ക്ഷേത്രം നന്നാക്കണമെന്നില്ല. അത് വേറെ ഇത് വേറെ. ഇപ്പൊ നമ്മൾ ക്ഷേത്രത്തിന്റെ രോഗമാണ് മാറ്റണേ. നമ്മുടെ രോഗം മാറുമെന്ന് പ്രതീക്ഷിക്കുക. എല്ലാ സാധനങ്ങളും ഉണ്ട്. അതാണ് പറഞ്ഞ ശിഥിലമാണ് നാശമാണെന്ന് പറഞ്ഞ ചൊവ്വയാണ് നിൽക്കണമെന്ന് പറഞ്ഞത്. ചൊവ്വ എന്ന് വെച്ചാൽ അഗ്നിബാധയും കൂടെ പറയും. ഇത് മുഴുവൻ അതാണ്. അതുകൊണ്ടാണ് ദൈവഹിതം പോലും നോക്കാതെ മാറ്റണം എന്ന് പറഞ്ഞത്. മോഷണം നടന്നാൽ ഉടനെ അതിന് പ്രത്യേക പരിഹാരം ചെയ്യണമായിരുന്നു. നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം കാണുന്നില്ല. നമ്മളിപ്പോ അവിടെ വിളക്ക് കത്തിക്കുന്നില്ലേ, അവിടെ ശക്തി ഉണ്ടോ? അത് ഇങ്ങോട്ട് ആവാഹിച്ച് കൊണ്ടുവരാൻ പറ്റുമോ? എവിടെ കൊണ്ടുവരാൻ സാധനമല്ല. ഇതിനകത്തോട്ട് വരേണ്ടതല്ല. അവിടെ വെച്ച് തന്നെ മുകളിലോട്ട് പറഞ്ഞു കൊടുക്കും. അതൊക്കെ വെച്ച് പൂജിച്ചാൽ ഫലം ഈ വിളക്കത്തെ ആ സങ്കല്പം ഉണ്ടല്ലോ, ആ സങ്കല്പം ഇത് കഴിയുമ്പോൾ അതങ്ങ് പൊയ്ക്കോളും. ഇതല്ലേ ഉള്ളൂ. മന്ത്രമൂർത്തിക്ക് മാത്രം വിളക്ക് വയ്ക്കുമെന്നല്ലേ പറയണേ. മന്ത്രമൂർത്തി ഉൾപ്പെടെ ഉള്ളവരാണ് പോകാൻ പോണേ. അത് പോകുമ്പോ ഇവിടെ അതങ്ങ് നിർത്തിയാൽ മതി. ഇവിടുത്തെ പരിഹാരം വരില്ലേ? അവിടെ വേറെ എന്തെങ്കിലും കെട്ടുപറ്റി വല്ലതും വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. ഇവിടെ ഈ പരിഹാരത്തിൽ പങ്കെടുക്കുക മന്ത്രമൂർത്തി മാത്രമേ ഉള്ളൂ കേട്ടാ. ഇവിടെ പരിഹാരത്തിൽ പങ്കെടുക്കുന്ന കൂട്ടത്തില് അവിടെ വല്ല വിളക്കുണ്ട്. ആ വിളക്ക് അതിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അതൊക്കെ കുറച്ചുപേര് പല രീതിയിലും പലതായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത് മൊത്തത്തിൽ കൊടുക്കാലോ. ഉപയോഗിച്ചു കഴിഞ്ഞാൽ ദേവി ഉപയോഗിച്ചു കഴിഞ്ഞാലേ പിന്നെന്താ അത് അവിടെ വെച്ചോ. അതിന് വേറെ കാര്യം കൂടെ പറയാം. നമ്മൾ വാങ്ങിക്കണത് പലതും ഇങ്ങനെയൊക്കെ ഏതൊക്കെ ദേവിയൊക്കെ കൊടുത്തതായിരിക്കും. നമുക്ക് ഇതുവരെ ഒരു സ്റ്റോറോ അങ്ങനെ ഒന്നും ആയിട്ടില്ല. ഇപ്പം പൂജാ സാധനങ്ങൾ ഉൾപ്പെടെ എല്ലാം വീട്ടില് ബെഡ്റൂമിനകത്ത് വെച്ചിരിക്കുന്നത്. അതും കുഴപ്പമില്ല. ഇപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ ബിൽഡിംഗ് കംപ്ലീറ്റ് ആയാലേ പറ്റും. അതുപോലെ നിവേദ്യത്തിന് അളവ് അങ്ങനെ വല്ലതും ഉണ്ടോ? എല്ലാം തരും. പടിത്തരം തരും. സകലതും എല്ലാ ഡീറ്റെയിൽസും ഉത്സവം ഇതെല്ലാം കൂടെ നിങ്ങളുമായിട്ട് ആലോചിച്ച് തീരുമാനിച്ച് എഴുതി നിങ്ങളിവിടെ സൂക്ഷിക്കണം. എന്നിട്ട് നടത്തേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്, തന്ത്രിയുടെ അല്ല. ഭരണക്കാരുടെ ജോലി അതാണ്. ഇത് കൃത്യനിഷ്ഠയോടെ നടക്കുന്നുണ്ടോ അറിയാം. അല്ലാണ്ട് ചാർജ് കിട്ടിയതിന് ശേഷമേ സകലതുള്ളൂ. എഴുതി വെച്ചിട്ട് സാറ് വിളിക്കും. ഒരു 5-6 ദിവസം കാണാം. തൊട്ടടുത്ത് തന്നെ 10 ദിവസമെങ്കിലും അതിന് മുമ്പേ പോയി വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, യാതൊന്നും ഇപ്പൊ അനങ്ങണ്ട. ചാർത്ത് കിട്ടിയതിന് ശേഷം ചെയ്താൽ മതി. അത് വായിക്കണം. നിങ്ങളുടെ ഭരണസമിതി ചർച്ച ചെയ്യണം. എന്നിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ അതിന് പറഞ്ഞിട്ടുണ്ടാവും. കൃത്യമായിട്ട് 1, 2, 3 എന്ന് പറഞ്ഞിട്ട് സീക്വൻസിൽ പറഞ്ഞിട്ടുണ്ടാവും. അതനുസരിച്ച് അങ്ങ് ചെയ്യും. ഇതിന്റെ കുറെ കോപ്പി എടുത്ത് എല്ലാവർക്കും കൊടുക്കുക. ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. നമ്മളിപ്പോ സാറ് നേരത്തെ പറഞ്ഞ ഓം ക്രീം നമശിവായ എന്ന് പറഞ്ഞ മന്ത്രം നമുക്ക് ചൊല്ലാന്ന് പറഞ്ഞു. അതെ. നമുക്ക് അത് കൂടാഞ്ഞിട്ട് ദേവി ഈ ഭദ്രകാളി എന്നുള്ള രീതിയിൽ നമുക്ക് തന്ത്രി വരുമ്പോ പറഞ്ഞു തരും. തന്ത്രി തന്നെ പറഞ്ഞു തരും. അതിനൊരു മൂലമന്ത്രമുണ്ട്. ഇനി
ഇനി വരാൻ പോകുന്നത് ഫിക്സ് ചെയ്യുന്ന മൂലമന്ത്രം തന്നെ. ഇപ്പൊ എല്ലാം കൂടെ കിടന്ന് തോന്നിയതൊക്കെയാണ്. ഇപ്പൊ നിയമമൊന്നുമില്ല, ഇനി വരുന്നത്. അതെ. അപ്പൊ നാഗരുടെ കാര്യം ഞാൻ വിടുകയാണ് നിങ്ങൾക്ക്. കാരണം ഇവിടെ സാന്നിധ്യമൊന്നുമില്ല, അതുകൊണ്ട് വേണമെങ്കിൽ പ്രതിഷ്ഠിക്കാം. നാഗര് വേണമെങ്കിൽ പ്രതിഷ്ഠിക്കാം. ഇതാണ്. ഇനി ഈ ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ക്ഷേത്രത്തിനെ കുറിച്ച് ചോദിക്കാം. കൂട്ടി വഴിവ് നോക്കാനായിട്ടാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സംഗതി ഒന്നായി. അയ്യോ, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ചോദിക്കാം, തൊപ്പം കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കുടുംബക്കാരൊന്നും ചോദിക്കരുത്. ക്ഷേത്രത്തിന്റെ കാര്യം മാത്രം, ക്ഷേത്ര കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ഈ ദോഷങ്ങൾ മാറ്റുമ്പോൾ അസുഖങ്ങളൊക്കെ മാറും. അസുഖങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതല്ല, ആളുകളുടെ അസുഖങ്ങളൊക്കെ. നമ്മളിപ്പോ ദേവന്റെ അസുഖങ്ങളൊക്കെ മാറട്ടെ. ഇത് മാറിയതിന് ശേഷം നോക്കും, ചികിത്സിച്ച് നോക്കും. ഈ പ്രാതങ്ങളൊക്കെ പോകുമ്പോൾ കുറെ പരിഹാരം വരും. അതെ, മരുന്ന് കഴിക്കേണ്ട കഴിക്കുക. അതിനു മുമ്പ് ആദ്യം ഈ ഭയം അങ്ങ് കളയുക. അതെ, അന്ധവിശ്വാസങ്ങള് അത് തന്നെ. അന്ധവിശ്വാസങ്ങളെ പറയണമൊന്നും കേൾക്കരുത്. ഈ ഐതിഹ്യമാലയില് പറയണ നുണകളൊക്കെയാണ് നമുക്ക് വിശ്വാസം. അങ്ങനെയുള്ള ഒന്നുമില്ല. ഈശ്വരൻ ഒരിക്കലും നമ്മളെ ദ്രോഹിക്കില്ല. അതാണ്, അങ്ങനെ ഭയപ്പെടുത്തിയിട്ടാണ് കുഴപ്പം. വീട്ടിനകത്ത പ്രശ്നമല്ല. ഈ പ്രാതങ്ങളെ വെച്ച് പൂജിച്ച് അതിന്റെ ഗുണമാണ് നിങ്ങൾ പറഞ്ഞത്. നേരത്തെ പറഞ്ഞില്ലേ, ആരാഴ്ചയുള്ള ഫലം. ഈ ക്ഷേത്രം ഇനി വലുതാവാനും അതായത് ഭൂമി കിട്ടാനും അല്ലെങ്കിൽ ലാസ്റ്റ് പറയാൻ പോകുന്നത് അതാണ്. സ്വർണം വച്ചില്ലേ, അതിന്റെ സ്ഥിതി. സ്വർണം വച്ചപ്പോ നിങ്ങൾ കണ്ടല്ലോ, അധോമുഖമായിരുന്നു. ചുവട്ടില് അധോമുഖമായിട്ടാണ് കിടക്കുന്നത്. ഇപ്പൊ ഈ കുറെ പുതിയ കെട്ടിടങ്ങളൊക്കെ അതൊക്കെ മതിൽക്കെട്ടൊക്കെ ഉണ്ടെങ്കിലും സംഗതി അതപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ സൂചന. ഗ്രഹനിലയെ കണ്ട അതേ കാര്യമാണ് ആ സ്വർണത്തിന്റെ സ്ഥിതി. നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഇനി ഒന്ന് മലർത്തിയിടുകയാണ്. ഇനി ഉയരട്ടെ എന്നുള്ള സങ്കല്പത്തിലാണ് ആ ചെയ്യുന്നത്. അത് ഉയരും എന്ന് തന്നെ വിശ്വസിക്കാൻ പറ്റും. ഈ വൃശ്ചികത്തിലല്ലേ കൊണ്ടുവച്ച് രാശി, ആ രാശിയുടെ ഫലം അതാ പറയണേ. ആദ്യം ശൈശവേ വ്യാധിതശ്ച, ചെറുപ്പത്തിലെ രോഗമൊക്കെ ഉണ്ടാവുന്നു. പക്ഷേ അത് കഴിഞ്ഞാലോ നരപതി കുലപൂജ്യ എന്നുവെച്ചാൽ അധികാരികളുടെ ബഹുമാനം ലഭിക്കും എന്നാണ്. അപ്പോൾ ഉയരാതെ കിട്ടൂലല്ലോ. അങ്ങനെ സ്ഥാനത്തിൽ വലിപ്പം ഉണ്ടാവും. അങ്ങനെ തീർച്ചയായിട്ടും അത് വരും. ചൊവ്വ നീചം കഴിഞ്ഞു നിൽക്കുന്ന ചൊവ്വയാണ്. നീചം കഴിഞ്ഞു, ലാസ്റ്റ് നിൽക്കുന്ന ചൊവ്വയാണ്. ഒരു മഹാക്ഷേത്രമാവുന്നൊക്കെയാണ് നമുക്കൊരു അപ്പൊ ഇവിടുത്തെ ഒരു സൂചന അതാണ്. വളർച്ചയുണ്ടാവും, ഉണ്ടാവണം, ഉണ്ടാകും എന്നല്ല, യെസ്, രണ്ടും രണ്ടാ. വളർച്ച ഉണ്ടാകുമോ എന്നല്ല, ഉണ്ടാക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ചോദ്യങ്ങളൊന്നും ഇല്ലാതെ വിചാരിച്ച് കൂട്ടി ഒഴിവാക്കണം. കൽവിളക്കോ എന്ത് വേണേ വയ്ക്കാം, സ്ഥലമുണ്ടെങ്കിൽ. സ്ഥലമുണ്ടെങ്കിൽ വയ്ക്കാം, സ്ഥലമില്ലാത്തടത്ത് പറ്റുമോ? വേണമെങ്കിൽ വയ്ക്കാം. അത് നമുക്ക് വാസ്തുവിധത്തിന്റെ ചോദിക്കാം. കൽവിളക്ക് കൊടുക്കാൻ ആളുണ്ട്, വയ്ക്കുവോ എന്ന് ചോദിക്കാം. വലിയ പ്രയാസമാണ്. ഇവിടെ ഇപ്പൊ ഉള്ളതൊക്കെ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വലിയ പ്രയാസമായിരിക്കും, സ്ഥലം തീരെ കിട്ടില്ല. പിന്നെ അത് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. എന്തെല്ലാം ചെയ്യാൻ പറ്റും? ആ പൈസ വേറെ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനത്തിന് കൊടുക്കണം.
സാറിന് വേറെ എന്തെങ്കിലും നല്ല ഉപദേശങ്ങൾ പറഞ്ഞുതരാൻ തീർച്ചയായിട്ടും കേൾക്കും. ഇനി ഉപദേശിക്കാൻ പറ്റിയ ആളെ തന്നിട്ടുണ്ട്. ഇതിനേക്കാൾ നന്മ എനിക്ക് ചെയ്യാൻ ഒക്കില്ല. അത്രയധികം നല്ല ആളെയാണ് കിട്ടിയത്. വളരെ എന്താണ് ആളുകളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന വളരെ സൗമ്യൻ സാത്വികൻ ആയിട്ടുള്ള ആളാണ്. ബ്രാഹ്മണ്യം നിലനിർത്തുന്ന ആളും കൂടിയാണ്. ബ്രാഹ്മണ്യം എന്ന് വെച്ചാൽ യഥാർത്ഥ ബ്രാഹ്മണ്യം. മറ്റുള്ളവരായിട്ട് സംസാരിക്കില്ല, മറ്റുള്ളവൻ തൊട്ടത് കഴിക്കില്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളെ തിന്നാത്തതിനൊക്കെ നമ്മൾ തിന്നും. അതുകൊണ്ട് അത് വന്നാൽ അങ്ങേര് വന്നാൽ തന്നെ അതുപോലെയാണ്. നിങ്ങളുടെ വാസ്തു നിങ്ങൾ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവർ കയറിയിട ഒന്നും ഇതുവരെ ദോഷമായിട്ടില്ല, അഭിവൃദ്ധി മാത്രമേ കണ്ടിട്ടുള്ളൂ എപ്പോഴും. നല്ലൊരു മാർഗനിർദ്ദേശിയാണ് പുള്ളി. അത് ഏറ്റവും എന്റെ ജീവിതത്തിലൊരു സ്വസ്ഥതയില്ലാത്തൊരു ജീവിതമാണ്. അപ്പൊ ഒന്ന് രണ്ട് പേര് പറയുന്നത് ഈ കുടുംബ ദേവിയുടെ ഒരു ഇത് എന്റെ ഇതിലുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് സ്വസ്ഥത കിട്ടാത്തതെന്ന് പറയുന്നത്. ദേവിയുടെ എന്തുണ്ടെന്ന് എന്തോ ഒരു തടസ്സം ആനുകൂല്യമായിട്ട് എനിക്ക് ആ ഒരു മക്കളൊന്നും. അതെ, കുഴപ്പമില്ല. ഇപ്പൊ നമ്മൾ അതാണ് ചെയ്യുന്നത്. ദേവിയെ വിധിപ്രകാരം ഇരുത്തുകയാണ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു അംശം നമുക്കും കിട്ടൂലേ? അതിൽ സഹകരിക്കുക, പ്രാർത്ഥിക്കുക, ഇത് തന്നെ. അത്രേ ഉള്ളൂ. വേറെ ഒന്നും വേണ്ട, ഒന്നും കൊടുക്കണ്ട. വന്നാൽ മാത്രം മതി. കണ്ടോ കണ്ടോ നേരത്തെ പറഞ്ഞ ഓരോന്ന് വരണ കണ്ടോ? വൈകല്യമുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുക, ബുദ്ധിമുട്ടുകളൊക്കെ വരുമെന്നാ പറയുന്നത്. സന്താനം ഉണ്ടാവില്ലല്ലോ. സമാധാനം ഉണ്ടാകും. സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ആദ്യം പറഞ്ഞില്ലേ? അതൊക്കെ നമ്മൾ ഉണ്ടാക്കണം. ഇതൊക്കെ ദൈവത്തിന്റെ ജോലിയല്ല, നമ്മൾ തന്നെ കണ്ടുപിടിക്കണം അതിനുള്ള മാർഗങ്ങൾ. ദൈവത്തിന് തലയിൽ നമ്മൾ ഇടുവേ ഒരു ഇത് പറയും, എന്താണ്, ദൈവം എന്നെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ ദൈവം എനിക്ക് തന്നെന്ന് പറയുന്നത് കൊളരാത്തവനാണെന്നാണ് പറയുന്നത്. ദൈവം ഒന്നും ചെയ്തിട്ടില്ല. അമ്മയ്ക്ക് ശരീരമില്ല, അമ്മയ്ക്ക് എന്നിട്ട് പ്രായമായി. ഇപ്പൊ എനിക്കിപ്പോ ഒരു സമാധാനം ഇല്ലാത്ത, ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കാൻ വയ്യ, അമ്മയുടെ അടുത്തും പോകാൻ രണ്ടിടത്തും കൂടെ ഇങ്ങനെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് എനിക്ക് ഇപ്പൊ നമ്മുടെ ജാതകമൊക്കെ നോക്കിയാലേ പറയാനൊക്കെ ഉള്ളൂ. നമ്മുടെ കാലം എന്താണ്, കാലദോഷം കൊണ്ടേ ആവുള്ളൂ, അല്ലാതെ ദേവാലയമായിട്ട് അതിന് ബന്ധമില്ല. പക്ഷെ ഇത് വരുമ്പോൾ നമുക്കും അതിൻ്റെ ഒരു ഗുണം കിട്ടും. ദേവാലയം പുനരുദ്ധരിക്കപ്പെടുമ്പോഴേ അതിൻ്റെ ഒരു ഗുണം എല്ലാവർക്കും കിട്ടും. മൊത്തത്തിൽ ആ കൂട്ടത്തിൽ നമുക്കും കിട്ടും. അപ്പോൾ ഒരു ഒഴിവ് നോക്കിയാലോ? ഇനിയുള്ളതെല്ലാം കൂടി എഴുതരും. ക്ലീൻ. ഓം പ്രാതരഗ്നിയും പ്രാതരേന്ദ്രനും ഹോം പ്രാതർമിത്രാവരണ പ്രാതരക്ഷണ പ്രാതർഭൂഷണം ബ്രഹ്മണസ്ത്രീം പ്രാതസമുദ്രം ആഗ്രച്ഛിദ്യം മന്യമാനത്രച്ഛിദ്രാജാദിദ്യമകം ഭക്ഷിത്യാഹ ഭഗപ്രണോദനഗാദോദയം ദൈവം തന്നോ ഭക്തമഞ്ജനീ ഗോകുലശേഖരസ്യം ഭഗവന്തസ്യം ദേവാലം ദേവാസ്തേന ഭഗവന്തസ്യം ഭഗവത്സർവജോ ഭഗവതേ കൃത്യമായിട്ട് എത്തി. ആര്? മീനം. വ്യാഴം 4-ൽ നിങ്ങളുടെ ഒഴിവ് നോക്കില്ല, നിങ്ങളെ ഞാൻ ഒഴിവ് നോക്കില്ല എന്ന് പറഞ്ഞു. നിങ്ങളിതിന് ആദ്യം വന്നയാളാണ്, അതുകൊണ്ട്